അഗ്രി ഗുരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് പ്രോട്ടീൻസ്. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ നിറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് നമുക്കുണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം പാല്, മുട്ട ഇതൊക്കെയാണ് നമ്മൾ സമ്പൂർണ്ണ പ്രോട്ടീനായിട്ട് നമ്മൾ പറയാറുള്ളത്. അതേപോലെ പയറുവർഗ്ഗങ്ങൾ നമുക്ക് നല്ല പ്രോട്ടീനുള്ള ഭക്ഷണമായിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും പറയാറുണ്ട് പാല്, മുട്ടയാണ് പ്രോട്ടീനിൽ ഏറ്റവും നല്ലത് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ പയറുവർഗ്ഗങ്ങളിൽ ഇത്രയും പ്രോട്ടീൻ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അത്ര നല്ല പ്രോട്ടീനായിട്ട് നമ്മൾ അതിനെ പറയാറില്ല. ക്വാളിറ്റി വൈസ് ബെറ്റർ നമ്മളെപ്പോഴും ഈ ആനിമൽ പ്രോട്ടീനെയാണ് പറയാറുള്ളത്. അത് എന്തുകൊണ്ടാണ്, എന്താണ് ഈ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ഭക്ഷണങ്ങളിലും പ്രോട്ടീൻ്റെ അംശം ഉണ്ടെങ്കിലും അതിൻ്റെ ക്വാളിറ്റിക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കുറേ പ്രോട്ടീൻ അളവ് അതിലുണ്ടാവും. ഒരു 100 ഗ്രാമിൽ ചിലപ്പോൾ ഒരു 20-25 ഗ്രാമൊക്കെ പ്രോട്ടീൻ ഉണ്ടാവാം. പക്ഷേ അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം എന്ന് നിർബന്ധമില്ല. എപ്പോഴും നമുക്ക് ആ പ്രോട്ടീൻ 25 ഗ്രാം പ്രോട്ടീനും നമുക്ക് ശരീരത്തിലേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണമെന്നില്ല. എത്രത്തോളമാണ് ആ പ്രോട്ടീൻ ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്, അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് എന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി പറയുന്നത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യൻറ്റ്, ബയോളജിക്കൽ വാല്യൂ, നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ, നെറ്റ് ഡയറ്ററി പ്രോട്ടീൻ റേഷ്യോ, പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ, നെറ്റ് പ്രോട്ടീൻ റേഷ്യോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് നമുക്ക് എത്രത്തോളം നമ്മുടെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ അത് ആ ഭക്ഷണത്തിൽ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അതിനെ നമ്മുടെ ശരീരം ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്തെടുക്കാൻ എത്രത്തോളം പറ്റുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ് അത് പറ്റാത്തത് അല്ലേ? നമുക്കപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഭക്ഷണത്തിൽ പ്രോട്ടീൻ മാത്രമല്ല, നമുക്ക് മറ്റ് പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചില ഘടകങ്ങൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീനെ ബൈൻഡ് ചെയ്ത് വെക്കുകയും ഒക്കെ ചെയ്ത് നമുക്കത് ഫുൾ അബ്സോർപ്ഷൻ കിട്ടാത്ത രീതിയിലായിരിക്കും. ചിലതിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കിത് മുഴുവൻ നമുക്ക് ശരീരത്തിലേക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ പറയുന്ന കുറേ ടേംസ്, ഇതെല്ലാം ഓരോ കാൽക്കുലേഷൻസ് ആണ്. ഇത് പറയുന്നത് ഇത്ര ശതമാനം പ്രോട്ടീൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 50 ഗ്രാം അല്ലെങ്കിൽ 25 ഗ്രാം ഉണ്ടെങ്കിലും അതിലെ ചിലപ്പോൾ ഒരു 10 ഗ്രാം മാത്രമായിരിക്കും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. ആ ഒരു കണക്കിനെ നമുക്ക് അതിനനുസരിച്ചാണ് നമുക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് കിട്ടണം. അപ്പോൾ ആ കിട്ടുന്നതിൻ്റെ ഒരു കണക്കിനെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന കുറേ ടേമുകളാണ് ഇതൊക്കെ. ഇതിന് പലതരം കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എത്രത്തോളം കൂടുതൽ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി മറ്റൊരു സാധനമാണ് അമിനോ ആസിഡ് സ്കോർ അല്ലെങ്കിൽ കെമിക്കൽ സ്കോർ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, പ്രോട്ടീൻസ് ഉണ്ടാക്കിയത് എന്ത് വെച്ചിട്ടാണ്? അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡ്സ് ആണ് നമ്മുടെ പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. അത് നമ്മൾ ഭക്ഷണത്തിലൂടെ മാത്രം നമുക്ക് കിട്ടുന്ന കുറച്ച് അമിനോ ആസിഡ്സ് ആണ്. ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ ഭക്ഷണം ഒരു പ്രോട്ടീൻ റിച്ച് ആണെന്നോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്നോ ഒക്കെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ അത് എല്ലാ ഭക്ഷണത്തിലും അങ്ങനെ കാണണം നിർബന്ധമില്ല. ഇപ്പോൾ ഈ പ്ലാൻ പ്രോട്ടീൻസ് ആയിട്ടുള്ള, അതായത് നമ്മൾ പറയാറുള്ള പയറുവർഗ്ഗങ്ങളിലൊക്കെ പല അമിനോ ആസിഡ്സും, നമുക്ക് ആവശ്യമായിട്ടുള്ള പല അമിനോ ആസിഡ്സും കുറവാണ്, ചിലത് അളവ് കുറവാണ്, ചിലത് ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇപ്പം ധാന്യങ്ങളിൽ അതിലും നമുക്ക് എല്ലാ അമിനോ ആസിഡ്സും ഇല്ല, പലതും ഇല്ലാത്തതാണ്. അപ്പോൾ പാലിലും മുട്ടയിലും നമുക്ക് ഒരുവിധം നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സ്കോറാണിത്, എത്രത്തോളം അമിനോ ആസിഡ്സ് നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നതനുസരിച്ച് നമുക്കതിനൊരു എണ്ണം അല്ലെങ്കിൽ ഒരു വാല്യൂ, ഒരു ഇൻഡെക്സ് വാല്യൂ നമുക്കതിന് കൊടുക്കാൻ പറ്റും. അതനുസരിച്ച് നമ്മുടെ ഭക്ഷണത്തിനെ ക്വാളിറ്റി പരമായിട്ട്, നമ്മുടെ പ്രോട്ടീൻ്റെ ക്വാളിറ്റി പരമായിട്ട് അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു സ്കെയിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അങ്ങനെ നമുക്കിത് നോക്കിയിട്ടാവാം നമ്മുടെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി നല്ലതാണോ, പ്രോട്ടീൻ ക്വാളിറ്റി നല്ലതാണോ, അപ്പം നമുക്കത് കഴിച്ചത് കൊണ്ട് നമുക്കത് ഉപയോഗമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. Thank you.